പ്രിയ മക്കളെ, ഞാൻ മോഹനൻ പിള്ള. എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പാഠത്തിൻ്റെ പേര് പക്ഷി ഓർ ദീമക്. ഇതൊരു കഥയാണ്, കഹാനിയാണ്. ഈ കഥ എഴുതിയത് ഗജാനൻ മാധവ് മുക്തിബോധ്. മുക്തിബോധ് എന്ന തൂലികാ നാമത്താൽ അറിയപ്പെടുന്ന ഹിന്ദി സാഹിത്യത്തിലെ സ്വാതന്ത്ര്യാനന്തര പുരോഗമന കാവ്യ ശാഖയിലെ പ്രമുഖ വ്യക്തിത്വമായ മുക്തിബോധാണ്. 1927 ജനിച്ച് 1964 മരിച്ച ഇദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും ബഹുചർച്ചിതം ആയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നീണ്ട കഥയുടെ ഭാഗം മാത്രമാണ് പക്ഷി ഓർ ദീമക്. പക്ഷിയും ചിതലും. പക്ഷിയും ചിതലും എന്ന ഈ കഥ നീണ്ട കഥയുടെ ഒരംശം മാത്രമാണ്. ആ ഭാഗത്തു നിന്നുമുള്ള ഈ കഥയ്ക്ക് പക്ഷി ഓർ ദീമക് എന്ന പേര് കൊടുത്തിരിക്കുന്നു. എല്ലാവരും ടെക്സ്റ്റ് ബുക്കും പെന്നും നോട്ട്ബുക്കും എടുക്കുക. നമുക്ക് പാഠഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാം. ഏക് ഥാ പക്ഷി. ഒരു പക്ഷി ഉണ്ടായിരുന്നു. വഹ് നീലേ ആസ്മാൻ മേ ഖൂബ് ഊഞ്ചായി പർ ഉഡ്താ ജാ രഹാ ഥാ. വഹ് അത് നീലേ ആസ്മാൻ മേ നീലവാനിൽ, നീലാകാശത്ത്, ഖൂബ് നല്ലവണ്ണം, വളരെ, ഖൂബ് ഊഞ്ചായി, ഊഞ്ചായി ഉയരത്തിൽ, ഖൂബ് ഊഞ്ചായി വളരെ ഉയരത്തിൽ, പേർ ഉഡ്താ ജാ രഹാ ഥാ ഉടിന പറക്കുക, ഉഡ്താ ജാ രഹാ ഥാ പറക്കുമായിരുന്നു. അപ്പോൾ ഈ പക്ഷിയുടെ പ്രത്യേകത ഇത് വളരെ ഉയരത്തിൽ പറക്കുന്നതായിരുന്നു. ഊഞ്ചായി പർ ഉഡ്താ ജാ രഹാ ഥാ. ഉസ്കെ സാത്ത് ഉസ്കെ പിത ഓർ മിത്ര ഭി ഥേ. ഈ പക്ഷിയോടൊപ്പം വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഉസ്കെ സാത്ത്, ഉസ്കെ, വഹ് പ്ലസ് കെ, ഉസ്കെ. അപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഉസ്കെ മീം നിഹിത് സർവനാം. ഉസ്കെ എന്നുള്ളതിൽ അടങ്ങിയിരിക്കുന്ന സർവനാമം ഏതാണ്? അത് വഹ് ആണ്. വഹ് പ്ലസ് കെ ആണ് ഉസ്കെ. ഉസ്കെ സാത്ത്, അതിനോടൊപ്പം ഉസ്കെ പിത, തൻ്റെ പിതാവ്, ഓർ മിത്ര ഭി ഥേ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ ആകാശത്തിൽ വളരെ ഉയരത്തിൽ പറക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മുടെ പക്ഷി ഉണ്ടായിരുന്നു, അതിൻ്റെ പിതാവുണ്ടായിരുന്നു, മിത്ര ഉണ്ടായിരുന്നു. സബ് ബഹുത്ത് ഊഞ്ചായി പർ ഉട്നെ വാലെ പക്ഷി ഥേ. ഇവകളെല്ലാം, സബ് എല്ലാം, എല്ലാവരും, ബഹുത്ത് ഊഞ്ചായി പർ വളരെ ഉയരത്തിൽ, ഉടിനെ വാലെ പറക്കുന്ന പക്ഷി ഥേ പക്ഷികളായിരുന്നു. ഉൻകി നിഗാഹേം അവരുടെ, നിഗാഹേം കാഴ്ചശക്തി, ഉൻകി നിഗാഹേം ആ പക്ഷികളുടെ കാഴ്ചശക്തി, ഭീ ബഡീ തേസ് ധി വളരെ ശക്തിയുള്ളതായിരുന്നു, തേജസ്സുള്ളതായിരുന്നു, തീഷ്ണ ഉള്ളതായിരുന്നു. തേസ് ധി നല്ല കാഴ്ചശക്തിയുള്ളതായിരുന്നു ആ പക്ഷികളുടെ കാഴ്ചശക്തി. ഉനേം അവർക്ക്, ഉനേം വേ പ്ലസ് കോ ആണ് ഉനേം അല്ലെങ്കിൽ ഉൻകോ. ദൂർ ദൂർ കി വളരെ ദൂരെയുള്ള, വളരെ അകലെയുള്ള, ഭൻക്, ഭൻക് ധ്വനി ശബ്ദം, ഔർ ദൂർ ദൂർ കി വളരെ ദൂരെയുള്ള, മഹക്ക്, മഹക്ക് മണം, ഭീ മിൽ ജാത്തി കിട്ടുമായിരുന്നു. ഈ പക്ഷികളുടെ പ്രത്യേകത എന്തായിരുന്നു? വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്നതായിരുന്നു. ബഡി ഊഞ്ചായി പർ ഉട്നെ വാലെ പക്ഷി ഥേ ഓർ ഉൻകി നിഗാഹേം ഭീ ബഡി തേസ് ധി അവയുടെ കാഴ്ചശക്തി വളരെ തീഷ്ണമായിരുന്നു. അതുപോലെ തന്നെ ദൂർ ദൂർ കി ഭൻക് ദൂരെയുള്ള ശബ്ദങ്ങൾ, ചെറിയ ശബ്ദം പോലും കേൾക്കാൻ പറ്റുമായിരുന്നു. ഓർ ദൂർ ദൂർ കി മഹക്ക് ഭീ മിൽ ജാത്തി ദൂരെയുള്ള മണവും അവയ്ക്ക് കിട്ടുമായിരുന്നു. ഏക് ദിൻ ഒരു ദിവസം, വഹ് നൗജവാൻ പക്ഷി ആ
യുവാവായ പക്ഷി. അപ്പോൾ ഇനി നമുക്ക് ഈ പക്ഷിയെ നമുക്കൊരു പേരിലാണ് അറിയപ്പെടുന്നത്, നൗജവാൻ പക്ഷി, യുവാവായ പക്ഷി. एक दिन वह नौजवान पक्षी ज़मीन पर चलती हुई एक बैलगाड़ी को देख लेता है. ज़मीन ഭൂമി, തറയിലൂടെ അല്ലെങ്കിൽ ഭൂമിയിലൂടെ, ചൽത്തി ഹുയി പോകുന്ന, ചലിക്കുന്ന, ഏക്ക് ബൈൽഗാഡി കോ ദേക്ക് ലേത്താ ഹെ, ഒരു കാളവണ്ടി, ബൈൽഗാഡി. ഏകദേശം 1980-കളുടെ അവസാനത്തോടുകൂടി നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായ ഒരു വാഹനമാണ് കാളവണ്ടി, ബൈൽഗാഡി, ബുള്ളക്കാർട്ട്. അപ്പോൾ അത് നമ്മളിൽ പലരും എവിടെയെങ്കിലും വെച്ച് ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകാം. എന്തായാലും ഈ പക്ഷി എന്ത് ചെയ്തു? നമ്മുടെ യുവാവായ പക്ഷി തറയിലൂടെ പോകുന്ന അല്ലെങ്കിൽ റോഡിലൂടെ പോകുന്ന ഒരു കാളവണ്ടി കണ്ടിരുന്നു. ഉസ്മേം ബഡേ ബഡേ ബോരെ ഭരേ ഹുവേ ഹേ, അതിൽ ഉസ്മേം, ഏതിലാണ്? ആ കാളവണ്ടിയിൽ. ബഡേ ബഡേ ബോരെ, വലിയ വലിയ ബോരെ ചാക്ക്, ബോരെ ഭരേ ഹുവേ ഹേ, നിറച്ചിരുന്നു, എന്തോ ചാക്കിൽ നിറച്ചു വെച്ചിരിക്കുന്നത് കണ്ടിരുന്നു. അങ്ങനെ ചാക്ക് നിറച്ച ഒരു കാളവണ്ടിയാണ് കണ്ടത്. ഗാഡിവാല ചില്ലാക്കർ കഹ്താ ഹേ, ഗാഡിവാല ആ വണ്ടിക്കാരൻ ചില്ലാക്കർ ഉച്ചത്തിൽ, കഹ്താ ഹേ വിളിച്ചു പറയുന്നു, ഉറക്കെ വിളിച്ചു പറയുന്നു. ദോ ദീമക്കേം ലോ, 2 ദീമക്കേം ചിതിലുകളെ, ലോ എടുക്കൂ, ഏക്ക് പങ്ക് ദോ പകരം, ഏക്ക് പങ്ക് ഒരു തൂവൽ, ഒരു ചിറക്, പങ്ക് ചിറകെന്നർത്ഥമുണ്ട്, ഇവിടെ തൂവൽ, പക്ഷിയുടെ തൂവൽ, ഏക്ക് പങ്ക് ദോ, 2 ചിതിലുകളെ എടുത്തോളൂ, പകരം ഒരു തൂവൽ തരൂ, ഒരു തൂവൽ തന്നാൽ 2 ചിതിലുകളെ തരാം. ഇതാണ് ഈ വണ്ടിക്കാരൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉസ് നൗജവാൻ പക്ഷിക്കോ ദീമകോം കാ ഷൗക്ക് ഥാ, ഈ നൗജവാൻ പക്ഷിക്ക്, നമ്മുടെ യുവാവായ നമ്മുടെ കഥാപാത്രം, പ്രധാന കഥാപാത്രമായ ഈ പക്ഷിക്ക് ദീമകോം കാ ഷൗക്ക് ഥാ, ദീമകിനോട് വളരെ താല്പര്യമായിരുന്നു. വൈസേത്തോ ഊഞ്ചേ ഉടനെ വാലേ പഞ്ചിയോങ്കോ, വൈസേത്തോ അതുപോലെ തന്നെ ഊഞ്ചേ ഉടനെ വാലേ പഞ്ചിയോങ്കോ, ഉയരത്തിൽ പറക്കുന്ന, വളരെ ഉയരത്തിലൂടെ മാത്രം പറന്നു പോകുന്ന പക്ഷികൾക്ക് ഹവാമേം ഹി, ഹവ വായുവിലൂടെ, ബഹുത് സേ കീടേ വളരെയധികം കീടങ്ങളെ, തൈർത്തേ ഹുവേ മിൽ ജാത്തെ ആകാശത്തിലൂടെ, അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന, ഒഴുകി നടക്കുന്ന അനേകം കീടങ്ങളെ കിട്ടുമായിരുന്നു. ഹവാമേം ഹി ബഹുത് സേ, ഹവായിൽ തന്നെ ആ അന്തരീക്ഷത്തിൽ തന്നെ, കാറ്റിൽ തന്നെ, ബഹുത് സേ കീടേ വളരെയധികം കീടങ്ങളെ, തൈർത്തേ ഹുവേ, തൈർന നീന്തുക, തൈർത്തേ ഹുവേ നീന്തി പോകുന്നത്, മിൽ ജാത്തെ കിട്ടുമായിരുന്നു. ജിനേം, ജോ പ്ലസ് കോയാണ് ജിനേം അല്ലെങ്കിൽ ജിൻകോ, ജിനേം കാക്കർ, ആ അന്തരീക്ഷത്തിലൂടെ ഒഴുകി നടക്കുന്ന ജീവജാലങ്ങളെ, കാക്കർ തിന്ന്, വേ അപ്നി ഭൂക്ക് അവരുടെ വിശപ്പ്, ധോടി ബഹുത്ത് ശാന്ത് കർലേത്തെ, ധോടി കുറച്ച്, ബഹുത്ത് കൂടുതൽ. അപ്പോൾ അവയ്ക്കുള്ള വിശപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ അടക്കിയിരുന്നു. അതിലൂടെ ധാരാളം കിട്ടണമെന്നും ഇല്ല, ചിലപ്പോൾ ധാരാളം ജീവജാലങ്ങളെ കിട്ടിയേക്കാം, ചിലപ്പോൾ വളരെ കുറച്ച് മാത്രമേ കിട്ടൂ. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് അവയുടെ വിശപ്പ് അവ അടക്കാറ് ആണ് ഉള്ളത്. ലേക്കിൻ ദീമക്കേം, എന്നാൽ ദീമക്കേം സിർഫ് ജമീൻ പെർ മിൽത്തി തീ, ചിതിലുകളെ നമുക്ക് തറയിൽ മാത്രമേ കിട്ടുകയുള്ളൂ, മിൽത്തി തീ കിട്ടുകയുള്ളൂ. കഭി പേടോമ്പർ, ചിലപ്പോഴൊക്കെ വൃക്ഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ജമീൻ സെ തനേപ്പർ ചടുക്കർ, തറയിൽ നിന്ന് വൃക്ഷത്തിൻ്റെ തനേപ്പർ, തടിയിലൂടെ, ചടുക്കർ മുകളിലേക്ക് പോകുന്ന, ഊഞ്ചി ഡാൽ തക്ക്, മാത്രമല്ല തറയിലൂടെ പോയി അവ എവിടെ എത്തും? ആ വൃക്ഷത്തിൻ്റെ ഊഞ്ചി ഡാൽ, ആ ഉയരത്തിലുള്ള മരക്കൊമ്പുകളിൽ വരെ, മരച്ചില്ലകളിൽ വരെ അവയെ കാണാം. വേ അപ്ന മഠിയാല
മീട്ടി സേ ബനാ ഹുവ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ, അപ്പനെ ആ മടിയാല അവയുടെ ചെളി കൊണ്ടുണ്ടാക്കിയ, ലംബാഖർ നീളമുള്ള വീട്. ചിതലുകളുടെ വീട് കണ്ടിട്ടില്ലേ? അത് വളരെ നീളത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വര പോലെ. അപ്പോൾ ഇങ്ങനെ വൃക്ഷങ്ങളിൽ എവിടെ തറയിൽ നിന്ന് തുടങ്ങി വൃക്ഷത്തിൻ്റെ മരച്ചില്ലകളിൽ വരെ നീളത്തിലുള്ള, അതും ചെളി കൊണ്ട് മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വീട് അവ ഉണ്ടാക്കുന്നു. ബനാലേത്തി ലേക്കിൻ ഐസേ കുച്ച് ഹീ പേട് ഹോത്തെ, എന്നാൽ എല്ലാ മരത്തിലും ചിതലുകൾ വന്ന് ഇതുപോലെ വീട് വയ്ക്കാറില്ല. കുറച്ച് മരങ്ങളിലൊക്കെ, അതും ഉണങ്ങിയ മരങ്ങളിലൊക്കെ അതുണ്ടായേക്കാം. ഔർ വേ സബ് ഏക്ക് ജഗഹ് ന മിലത്തെ, മാത്രമല്ല വേ സബ് അതെല്ലാം ഏക്ക് ജഗഹ് ഒരു സ്ഥലത്ത് തന്നെ ന മിലത്തെ കിട്ടുകയുമില്ല. അപ്പോൾ ഈ പക്ഷികൾക്ക് ആവശ്യം ഈ ചിതലുകളെ ആവശ്യം പോലെ ഭക്ഷണം ആയി ഈ ചിതലുകളെ കിട്ടണം. അതെല്ലാ ചിതലുകളും ഒരു വൃക്ഷത്തിനടുത്ത് വന്ന് കൂട് കെട്ടണം, വീട് വയ്ക്കണമെന്നും ഇല്ല. അത് അത്യപൂർവമായിട്ടെങ്ങാണമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നൗജവാൻ പക്ഷി കോലക, നൗജവാൻ പക്ഷിക്ക് തോന്നി, യഹ് ബഹുത്ത് ബഡി സുവിധ ഹേ, ഇതൊരു നല്ല സൗകര്യമാണല്ലോ. സുവിധ സൗകര്യം, ഓപ്പോസിറ്റ് അസുവിധ അസൗകര്യം. എന്താണ് നല്ല സൗകര്യമെന്ന് തോന്നിയത്? ഏക്ക് ആത്മീ ദീമകോങ്കോ ബോരോമേം ഭർക്കർ ബേച്ച് രഹാ ഹേ, ഒരു ആത്മീ, ഒരു മനുഷ്യൻ, ദീമകോങ്കോ ഈ ചിതലുകളെ, ബോരോമേം ഭർക്കർ ചാക്കിൽ നിറച്ച്, ബേച്ച് രഹാ ഹേ വിൽക്കുന്നു. ബേച്ചിന വിൽക്കുക, ഓപ്പോസിറ്റ് ഖരീദിന വാങ്ങുക. വഹ് അപ്നി ഊഞ്ചായ്യാം ചോടുകർ, പക്ഷി ആകാശത്തിലൂടെ ഉയരത്തിലൂടെ പറന്നു പോകുന്ന ആ പക്ഷി എന്ത് ചെയ്തു? നവജവാൻ പക്ഷി എന്ത് ചെയ്തു? അപ്നി ഊഞ്ചായ്യാം ചോടുകർ, തൻ്റെ ഉയരങ്ങളെല്ലാം ചോടുക്കർ ഉപേക്ഷിച്ചിട്ട്, മണ്ടിരാത്താഹുവ ഖൂമുത്താഹുവ അതിങ്ങനെ കറങ്ങിക്കറങ്ങി, നീച്ചേ ഉതർത്താഹെ താഴേക്ക് വരുന്നു. ഉതർന ഇറങ്ങുക, ഓപ്പോസിറ്റ് ചടിന കയറുക. ഇവിടെ ഉയരത്തിലൂടെ പറന്നിരുന്ന പക്ഷി തൻ്റെ ആ ഉയരമൊക്കെ ഉപേക്ഷിച്ച് നേരെ കറങ്ങിക്കറങ്ങി അത് താഴെ ഭൂമിയിലേക്ക് വരുന്നു. അവർ പേടുക്കി ഏക്ക് ഡാൽപ്പർ, ആ താഴെ വന്ന് ഒരു വൃക്ഷത്തിൻ്റെ ചില്ലയിൽ ബൈറ്റ് ജാത്താഹേ അവൻ ഇരിക്കാൻ തുടങ്ങി. ദോനോം കാ സൗദ തൈ ഹോ ജാത്താഹേ, രണ്ടുപേരും തമ്മിലുള്ള സൗദ ട്രേഡ്, അവർ തമ്മിലുള്ള കരാറ്, തൈ ഹോ ജാത്താഹേ ഉറപ്പിച്ചു. തൈ ഹോന ഉറപ്പിക്കുക, നിശ്ചയിച്ച് ഉറപ്പിക്കുക, അവർ തമ്മിലുള്ള കരാർ ഉറപ്പിച്ചു. അപ്നി ചോഞ്ച് സേ ഏക്ക് പരുക്കോ കീഞ്ചിക്കർ, തൻ്റെ ചോഞ്ച് ചുണ്ടുകൊണ്ട്, പക്ഷി തൻ്റെ ചുണ്ടുകൊണ്ട്, ഏക്ക് പര്, ഇവിടെ പർ എന്ന് പറഞ്ഞാൽ പല മീനിങ് ഉണ്ട്. അതിൽ ഇവിടുത്തെ അർത്ഥം ചിറക് എന്നാണ്. പർ എന്ന് പറഞ്ഞാൽ മേൽ എന്നർത്ഥമുണ്ട്. നമ്മൾ വിഭക്തി പ്രത്യയത്തിൽ പർ മേൽ, ഭിത്തിമേൽ ചിത്രമുണ്ട്, മേസ് പർ കിതാബ് ഹേ, മേശമേൽ പുസ്തകമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിന് പർ പറയാറുണ്ട്. ഇവിടുത്തെ അർത്ഥം ചിറക്, പര്, ചിറക് എന്നാണ് അർത്ഥം. തൻ്റെ ചുണ്ടുകൊണ്ട് ഒരു ചിറക്, കീഞ്ചിക്കർ വലിച്ച്, കീഞ്ചിന വലിക്കുക, വലിച്ച്, തോടിനെമേം പൊട്ടിക്കുക, പൊട്ടിക്കുന്നതിൽ, ഉസേ തക്ലിഫ് ഹോത്തി ഹേ അതിന് തക്ലിഫ് ബുദ്ധിമുട്ട്, പ്രയാസമുണ്ടായിരുന്നു. ലേക്കിൻ എന്നാൽ ഉസേ വഹ് ബർദാശ്ത് കർ ലേത്താ ഹേ, ലേക്കിൻ ഉസേ വഹ് ബർദാശ്ത് കർ ലേത്താ ഹേ, എന്നാൽ അത് അങ്ങ് സഹിച്ചു. വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു, ആ വേദനയൊക്കെ അതങ്ങ് സഹിച്ചു. മുഹമ്മയും ബഡേ സ്വാദ് കേ സാത്ത്, വായിൽ നല്ല രുചിയോടുകൂടി, ദോ ദീമക്കേയും ദബാക്കർ, രണ്ട് ചിതലുകളെയും ദബാക്കർ അമർത്തിപ്പിടിച്ചുകൊണ്ട്, വഹ് പക്ഷി, ആ പക്ഷി എന്ത് ചെയ്തു? ഫുര്യസേ ഉഡ് ജാത്താ ഹേ, അവനെന്ത് ചെയ്തു? വളരെ താല്പര്യത്തോടുകൂടി പറന്നു പോകുകയും ചെയ്തു. അബ് ഉസ് പക്ഷിക്കോ ഗാഡി വാലേ സേ ദോ ദീമക്കേം ഖരീദിനെ और एक पर देने में बड़ी आसानी मालूम हुई. अब ഇപ്പോൾ उस പക്ഷി को ആ പക്ഷിക്ക് ഗാഡി വാലേ സേ ദോ ദീമക്കേം ഖരീദിനെ
ആ വണ്ടിക്കാരനിൽ നിന്ന് 2 ചിതലുകളെ വാങ്ങുന്നതിനും और एक पर देने में ഒരു തൂവൽ കൊടുക്കുന്നതിനും ബഡി ആസാനി മാലൂം ഹുയി. ആസാൻ, ഈസി, വളരെ എളുപ്പമായി തോന്നി. അവനെ വളരെ എളുപ്പമാണെന്ന് തോന്നി. റോസ് തീസരെ പഹർ, അവൻ എന്നും തീസരെ പഹർ, 3-ാം യാമത്തിൽ നീച്ചെ ഉതർത്ത और गाड़ी वाले को एक पंग देकर 2 दीमकेയും ഖരീദ് ലേത്ത. അങ്ങനെ ഈ പക്ഷി ദിവസത്തിൻ്റെ 3-ാം യാമത്തിൽ എന്നും പതിവായി വരികയും അതുപോലെ തന്നെ വണ്ടിക്കാരന് ഒരു ചിറക് കൊടുക്കുകയും പകരം 2 ചിതലുകളെ വാങ്ങിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ തീസരെ പഹർ എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കഥാകൃത്ത് ജനിച്ചത് തന്നെ എന്നാണെന്നും മരിച്ചത് എന്നാണെന്നും ഞാൻ മുന്നേ പറഞ്ഞു. അതായത് 60കൾക്ക് മുമ്പ് ഉള്ള ഒരു കഥയാണ്. ഇന്ന് ഉള്ളതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ സമയമൊക്കെ ഇന്നത്തെ പോലെ മണിക്കൂർ, മിനിറ്റ് പറയുന്നതിന് പകരം നാഴിക, വിനാഴിക ഒക്കെ പറയുന്ന കാലഘട്ടമായിരുന്നു. പഹർ എന്ന് പറഞ്ഞാൽ ഒരു 3-ാം യാമം എന്നാണ്. യാമം എന്ന് പറഞ്ഞാൽ 7.5 നാഴിക കൂടുന്ന സമയമാണ് ഒരു യാമം. ഇത് 3-ാം യാമത്തിലാണ് വന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു യാമമെന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഇന്നത്തെ നമ്മുടെ സമയവുമായി ഡൈവേർട്ട് ചെയ്താൽ 3 മണിക്കൂർ കൂടുന്ന സമയമാണ് ഒരു യാമം. ഇപ്പോൾ നമുക്ക് രാത്രിയിൽ നമ്മൾക്ക് അറിയാം 1 മണി അല്ലെങ്കിൽ 1 AM എന്ന് തുടങ്ങുന്നത് രാത്രിയിലാണ്. 1 AM എന്ന് പറയുന്നത് രാത്രിയിലാണ് 1 മണി. അർദ്ധരാത്രിക്കാണ് തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ അന്നത്തെ കാലഘട്ടത്തിൽ അവർ കണക്ക് കൂട്ടിയിരുന്നത് യാമം തുടങ്ങുന്നത് വെളുപ്പിലെ 3 മണിക്കാണ്. 3 മണി മുതലാണെങ്കിൽ 3-ാം യാമം വരുമ്പോൾ ഒരു യാമം 3 മണിക്കൂറാണ്. അങ്ങനെ 3-ാം യാമം വരുന്നത് എത്ര മണിക്കാണ്? 9 മണി മുതൽ ഉള്ള സമയമാണ്. 9 മണി മുതൽ 3 മണിക്കൂർ നേരത്തേക്കാണ്. ഏകദേശം 11 മണി വരെ, 12 മണി വരെയുള്ള സമയമാണ്. അപ്പോൾ ഇവിടെ 3-ാം യാമത്തിലാണ് എന്ന് പറഞ്ഞാൽ 9 മണി കഴിയുന്ന സമയത്താണ്, ഇന്നത്തെ 9 മണി കഴിയുന്ന സമയത്താണ് ഈ പക്ഷി സ്ഥിരമായി വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ആ ബോക്സിൽ നോക്കൂ, ഒരു സൈഡ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് പക്ഷി अपने पंख देकर दीमक लेता है, यहाँ പക്ഷി का कौन सा മനോഭാവ പ്രകട होता है. പക്ഷി തൻ്റെ ചിറക് കൊടുത്തിട്ട്, തൻ്റെ തൂവൽ കൊടുത്തിട്ട് ചിതലുകളെ വാങ്ങുന്നു. ഇവിടെ പക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാക്കുന്നത്? അപ്പോൾ എന്താണ് പ്രകടമാക്കുന്നത്? തൻ്റെ ഭാവിയെക്കുറിച്ചും തൻ്റെ നിലനിൽപ്പ്, പക്ഷികളുടെ നിലനിൽപ്പ് എന്താണ്? അവയുടെ ചിറകാണ് അല്ലെങ്കിൽ തൂവലാണ്. തൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല, മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കാത്ത ഒരു താന്തോന്നിയായ ഒരു സ്വഭാവമാണ്. തന്നിഷ്ടത്തിന് വേണ്ടി, അതായത് ജോലി ചെയ്യാതെ എങ്ങനെയും ജീവിച്ചു പോകുക എന്നുള്ള ഒരു അലസനായ സ്വഭാവക്കാരനായിരുന്നു പക്ഷിയെന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നു. ഇന്നത്തെ സമൂഹത്തിലും ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം. നോക്കൂ, നൗജവാൻ പക്ഷിക്കോ അപ്നെ ഭവിഷ്യ ഓർ അസ്തിത്വ കെ സംബന്ധമേയും കൊയ് ചിന്ത നഹി ഹേ. നൗജവാൻ പക്ഷിക്ക് തൻ്റെ ഭാവിയെക്കുറിച്ചോ അതുപോലെ തന്നെ അസ്തിത്വ കെ സംബന്ധമേയും നിലനിൽപ്പിനെക്കുറിച്ചോ യാതൊരു വിചാരവുമില്ല. കൊയ് മേഹനത്ത് കിയേ ബിന, പരിശ്രമം ചെയ്യാതെ, ആസാനീസേ, ഈസിയായി, എങ്ങനെയെങ്കിലും വളരെ എളുപ്പം, മിൽനെ വാലെ ഭോജൻ, കിട്ടുന്ന ഭക്ഷണം, സേ സന്തുഷ്ട ഹോനേക്ക മനോഭാവ് ഉസ്മേ ഹേ. അങ്ങനെ ജോലി ചെയ്യാതെ കിട്ടുന്ന ഭക്ഷണം മടിയനായി ഇരിക്കുന്ന ആ പക്ഷി ഇഷ്ടപ്പെടുന്നു. അതാണ് പക്ഷിയുടെ മനോഭാവം. കുച്ച് ദിനവും തക്ക്, ബാക്കി നോക്കൂ, കുച്ച് ദിനവും തക്ക്, കുറേ ദിവസത്തേക്ക് ഐസാഹി ചൽത്താ രഹ, ഇങ്ങനെ പോയി. ഏക് ദിൻ ഉസ്കെ പിതാനെ ദേഖ് ലിയ, ഇത് തൻ്റെ പിതാവോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒന്നും താൻ കാണിക്കുന്ന ഈ കള്ളത്തരം കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൻ്റെ പിതാവ് ഇത് കണ്ടു.
ഉസ്നെ സമച്ചാനേക്ക് കോശിഷ് കി, അദ്ദേഹം സമച്ചാന മനസ്സിലാക്കി കൊടുക്കാൻ കോശിഷ് പ്രയത്നിച്ചു, പ്രയത്നം കി കർണാക്രിയയുടെ ഭൂതകാല സ്ത്രീലിംഗ രൂപമാണ് കി, ചെയ്തു, ഡിഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കി എന്താണ് ചെയ്തത്? രണ്ടാമത്തെ കീയുടെ അർത്ഥം ദാറ്റ്. എന്തെന്നാൽ ബേട്ടെ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്? ദീമകേയും ഹമാര സ്വാഭാവിക ആഹാർ നഹി ഹേ, ഈ ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല. നമുക്ക് ആകാശത്തിലൂടെ പറന്ന് നടക്കുന്ന ജീവജാലങ്ങളാണ് നമ്മളുടെ ആഹാരം. നമ്മുടെ സ്വാഭാവിക ആഹാരം ഒരിക്കലും ഈ ചിതലുകളല്ല. അവർ ഉൻകേലിയെ അപ്പനെ പങ്കുത്തോ, അതിനു വേണ്ടി തൻ്റെ ചിറക് ഹർഗിസ് നഹി ദിയേ ജാ സക്തേ, ഒരിക്കലും നഹി ദിയേ ജാ സക്തേ, കൊടുക്കരുത്. ഇവിടെ ഒരു സൈഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ദീമകയും ഹമാര സ്വാഭാവിക ആഹാർ നഹി ഹേ और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. നമ്മുടെ ചിതൽ, നമ്മുടെ തൂവലുകൾ ഒരു കാരണവശാലും കൊടുക്കരുത്, അത് നമ്മുടെ സ്വാഭാവിക ആഹാരം അല്ല. ഇസ് കഥൻ കെ ആധാർ പർ, ഇങ്ങനെയുള്ള ഈ പറച്ചിലിൽ വർത്തമാന സംസ്കൃതി ക വിശ്ലേഷൺ കരയും, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുള്ള അറ്റ് പ്രസൻറ്റ് സംസ്കാരത്തിലെ ഇന്നത്തെ സംസ്കാരത്തിൽ ഇതിന് എന്ത് വാസ്തവമാണ് സൂചിപ്പിക്കുന്നത്? ഇതാണ് ചോദ്യം. നമ്മുടെ ഖാദ്യ സംസ്കൃതി അല്ലെങ്കിൽ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യഹാ ഹമാരി ഖാദ്യ സംസ്കൃതിക്ക് ഓർ, നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ചാണ് സങ്കേത് കിയാ ഗയാ ഹെ, സൂചിപ്പിക്കുന്നത്. ഹം അപ്പനെ സ്വാഭാവിക ആഹാരക്കോ ചോടുകർ, നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഭക്ഷണം ഉപേക്ഷിച്ച് ഫാസ്റ്റ് ഫുഡ് സംസ്കൃതിക്ക് പീച്ചെ ഭാഗ് രഹേ ഹേ, നമ്മളിന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൻ്റെ പിന്നാലെ ഫാസ്റ്റ് ഫുഡിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ട് പലതരത്തിലുള്ള ദോഷങ്ങളാണുള്ളത്. സാമ്പത്തികമായ ദോഷം ഒരു ഭാഗത്ത്, മറിച്ച് ആരോഗ്യകരമായ ദോഷം. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് പറയുന്നത്. നമ്മളൊരിക്കലും നമ്മുടെ സംസ്കാരം, നല്ല സംസ്കാരങ്ങൾ നമ്മളൊരിക്കലും മറക്കരുത് എന്നൊരു സൂചനയാണ് ഇവിടെ തരുന്നത്. ശുരൂമയും ബഡി രസീലി ഹോഗി, ആരംഭത്തിലൊക്കെ നമുക്ക് വളരെ രസകരമായി തോന്നും. ലേക്കിൻ എന്നാൽ അന്തിമ പരിണാമം, അവസാന പരിണാമം ഭയാനക ഹോഗ, വളരെ ഭയാനകമായിരിക്കും. അതുതന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കഥയിൽ ഈ പക്ഷിയുടെ രൂപത്തിൽ നമ്മളോട് കഥാകാരൻ ഓർമ്മിപ്പിക്കുന്നു. ബാക്കി നോക്കാം. ലേക്കിൻ എന്നാൽ ഉസ് നൗജവാൻ പക്ഷീനെ ബഡേ ഹി ഗർവ് സെ അപ്ന മുഖ് ദൂസരി ഓർ കർലിയ, എന്നാൽ തൻ്റെ പിതാവ് ഇത് പറഞ്ഞപ്പോൾ ആ പക്ഷി എന്താണ് ചെയ്തത്? നൗജവാൻ പക്ഷീനെ ബഡേ ഹി ഗർവ് സെ, വളരെ ഗർവ്, അഹങ്കാരം എന്നർത്ഥമുണ്ട്, അതുപോലെ തന്നെ അഭിമാനമെന്നും അർത്ഥമുണ്ട്. യവനീ ചെയ്തത് വളരെ അഭിമാനമാണ് എന്ന അർത്ഥത്തിൽ അപ്ന മുഖ് ദൂസരി ഓർ കർലിയ, തൻ്റെ മുഖ് ദൂസരി ഓർ കർണ, മുഖം തിരിക്കുക, അവൻ മറ്റൊരു ഭാഗത്തേക്ക് മുഖം തിരിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ അവൻ ധിക്കരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഉസേ ജമീൻ പർ ഉതർക്കർ ദീമകേം ഖാനെ കി ചട്ട് ലഗ് ഗയി ഥി. ഉസേ, ഉസ്കോ, ബൗ പ്ലസ് കോ, ഉസേ അല്ലെങ്കിൽ ഉസ്കോ, അവന് ജമീൻ പർ ഉതർക്കർ, ഭൂമിയിലേക്ക് ഇറങ്ങി, ദീമകേം ഖാനേക്ക്, ആ ചിതലുകളെ തിന്നുന്ന, ചട്ട് ലഗ് ഗയി ഥി, രുചി അവനുണ്ടായിരുന്നു. അബ് ഉസേ ന തോ ദൂസരെ കീട് അച്ചേ ലഗ്തേ, ഇപ്പോൾ അവന് ഈ ചിതലുകളെ തിന്നു തുടങ്ങിയപ്പോൾ അവന് മറ്റ് കീടങ്ങളൊന്നും നല്ലതായി തോന്നിയില്ല. ഉസേ ന തോ ദൂസരെ കീടെ, മറ്റുള്ള കീടങ്ങളെ അച്ചേ ലഗ്തേ, അച്ചേ ഇടയ്ക്കൊരു ന കിടപ്പുണ്ട്, ആ ന ഇവിടെ വരുമ്പോഴാണ് അർത്ഥം പൂർണ്ണമാകുന്നത്. അവന് നല്ലതായി തോന്നിയില്ല. മാത്രമല്ല ന ഫൽ, അവന് പഴങ്ങൾ വേണ്ട, ന അനാജ് കേദാനെ, അവന് ധാന്യങ്ങളും വേണ്ട, ദീമകോങ്ക ഷൗക്ക് അബ് ഉസ്പർ ഹാവി ഹോ ഗയാഥ, അവനെ ഈ ദീമക്, ഈ ചിതലുകളോടുള്ള താല്പര്യം അവനിൽ എന്ത് ചെയ്തു? ഉസ്പർ ഹാവി ഹോ ഗയാഥ, അവനെ കീഴ്പ്പെടുത്തിയിരുന്നു. ലേക്കിൻ എന്നാൽ എയ്സ കിത്തനെ ദിനോം തക്ക് ചലത്ത, ഇങ്ങനെ എത്ര ദിവസം പോകും?
ഉസ്കെ പങ്കോം കി സംഖ്യ ലഗാതാർ കട്ടി ചല്ലി ഹുയി. അവൻ്റെ തൂവലുകളുടെ സംഖ്യ എണ്ണം ലഗാതാർ തുടർച്ചയായി കണ്ടിന്യൂസ്ലി കടുത്തി കഠിന കുറയുക, ഓപ്പോസിറ്റ് ബഠിന കൂടുക. ഇവിടെ കത്തി ചലികൈ കുറയാൻ തുടങ്ങി. അബ് ഇപ്പോൾ വഹ് ഊഞ്ചായിയോമ്പർ അപ്പന സന്തുലൻ സാത്ത് നഹീ സക്താ ഥ. അവനിപ്പോൾ ആകാശത്തിലേക്ക് പറക്കാൻ അവൻ്റെ സന്തുലിതാവസ്ഥ അനുവദിക്കുന്നില്ല. കാരണം പക്ഷികൾക്ക് ആകാശത്തിൽ പറക്കണമെങ്കിൽ തൂവലുകളാണ് ആവശ്യം. ന ബഹുത്ത് സമയത്തക്ക് പങ്ക് ഉസേ സഹാരാ ദേ സക്തേ ഥേ. അവൻ്റെ ചിറകുകൾ അവനെ കൂടുതൽ നേരം പറക്കാൻ സഹായിക്കുന്നില്ല. ആകാശ യാത്രാക്കെ ദൗരാൻ, ആകാശയാത്രയുടെ സമയം ഉസേ അവനെ ജൽദി ജൽദി വളരെ പെട്ടെന്ന് പഹാഡി ചട്ടാനവും പർവ്വതങ്ങളിലെ കുന്നുകളിലെ പാറകളിലും പേടോം കി ചോട്ടിയോം വൃക്ഷങ്ങളുടെ കൊമ്പുകളിലും ചില്ലകളിലും ഗുംബദവും ഗോപുരങ്ങളിലും താഴികക്കുടങ്ങളിലും ഔർ ബുർജോംബർ ഹഫ്തേ ഹഫ്തേ ഹുയേ ബൈറ്റ് ജാനാപട്ട. ബുർജോംബർ ഗോപുരങ്ങളിലും ഹഫ്തേ 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 എന്ന് പറഞ്ഞാൽ കിതച്ച് കിതച്ച് ബൈറ്റ് ജാനാപട്ട അവന് പോയി ഇരിക്കേണ്ടി വന്നു. അവൻ ആകാശയാത്രയുടെ ഇടയിൽ, ആ ആകാശയാത്ര ചെയ്യുന്ന സമയത്ത്, ആകാശത്തിലൂടെ അവൻ പറന്നു വരുന്ന സമയത്ത്, ആകാശയാത്രക്കെ ദൗരാൻ ആകാശത്തൂടെ ഇങ്ങനെ പറന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അവന് പറക്കാൻ കഴിയുന്നില്ല. അവൻ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് പഹാഡി ചട്ടാനോ, ആ കുന്നിൻ പ്രദേശങ്ങളിലുള്ള പാറകളിലും അല്ലെങ്കിൽ പർവ്വത പ്രദേശങ്ങളിലുള്ള പാറകളിലും അതുപോലെ തന്നെ പേടോങ്കി ചോട്ടിയോ വൃക്ഷ ചില്ലകളിലും ഗോപുരങ്ങളിലും അതുപോലെ തന്നെ താഴികക്കുടങ്ങളിലും കിതച്ച് കിതച്ച് ഇരിക്കേണ്ടതായി വരുന്നു. കാരണം അവന് പറക്കാനുള്ള ശേഷി ഇല്ലാതായി മാറിയിരിക്കുന്നു. ഉസ്കെ പരിവാർ വാലേ, അവൻ്റെ വീട്ടിലുള്ളവരും കുടുംബക്കാരും, തഥാ അതുപോലെ തന്നെ മിത്ര കൂട്ടുകാരും, ഊഞ്ചായിയോമ്പർ തൈർത്തേ ഹുയേ, ഉയരങ്ങളിലൂടെ പറന്നുകൊണ്ട് നീന്തിക്കൊണ്ട്, ആകെ ബഡ് ചാത്തെ, അവർ പറന്ന് ആകെ ബഡിന മുന്നേറുക, മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഓപ്പോസിറ്റ് പീച്ചേ ഹഡിന പിന്മാറുക. അപ്പോൾ അവൻ്റെ വീട്ടിലുള്ളവരും അവൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും ആകാശത്തിലൂടെ പറന്നു പോയിക്കൊണ്ടിരുന്നു. ബഹുത്ത് പിച്ചടി ജാത്ത, അവൻ എന്ത് ചെയ്തു? അവൻ വളരെ പിന്നിലായി. ഫിർഫി ദീമക്ക് ഖാനേക്ക ഉസ്ക ഷൗക്ക് കം നഹി ഹുവ. എന്നിട്ടും ഇത്രയൊക്കെ കഷ്ടതകൾ അവൻ അനുഭവിച്ചിട്ടും അവന് ദീമക്ക് ഖാനേക്ക, ഈ ദീമക്കിനെ തിന്നാനുള്ള, ചിതലുകളെ തിന്നാനുള്ള ഷൗക്ക്, താല്പര്യം കം നഹി ഹുവ, കുറഞ്ഞിട്ടില്ല. ദീമകോं के लिए गाड़ी वाले को वह अपने पंख തോട് കർ ദേത്താ രഹ. ദീമക്കിന് വേണ്ടി വണ്ടിക്കാരന് തൻ്റെ ഓരോ ചിറകുകളും പറിച്ച് കൊടുക്കാൻ തുടങ്ങി. ഫിർ പിന്നീട് ഉസ്നെ സോച്ചാക്കി ആസ്മാൻ മേ ഉഡ്നാഹി ഭിജുൽ ഹേ. അവൻ എന്താണ് ചിന്തിക്കാൻ തുടങ്ങിയത്? ആകാശത്തിലൂടെ പറക്കുക എന്ന് പറയുന്നത് ഒരു വേസ്റ്റാണ്. ഭിജുൽ ഹേ, അത് വ്യർത്ഥമാണ്. ബഹു മൂർഖോങ്ക കാം ഹേ, അത് മൂഢന്മാരുടെ വിഡ്ഢികളുടെ ജോലിയാണ് ആകാശത്തിലൂടെ പറക്കുന്നത്. അപ്പോൾ അവൻ്റെ കഴിവുകളെ, അവന് കഴിവില്ലായ്മയെ മറച്ചു വെച്ചുകൊണ്ടാണ് അവനിങ്ങനെ സംസാരിക്കുന്നത്. ഉസ്കി ഹാലത്ത് യഹ്ദീക്കി, അവൻ്റെ ഹാലത്ത് അവസ്ഥ, അവൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. എങ്ങനെയാണ്? അബ് വഹ് ആസ്മാൻമേയും ഉടുഹീനഹീ സക്താഥ, അവൻ ആകാശത്തിലൂടെ പറക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സമൂഹത്തിലും ഇങ്ങനെ ഉള്ള ചില ആളുകളെ കാണാം. എന്താണ് അവർക്ക് പറ്റാത്തത് ആർക്കും പറ്റില്ല എന്ന് അവർ വാദിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും ഈ പക്ഷി പറയുന്നത്. വഹ് സിർഫ് ഏക്ക് പേടിസേ ഉടുക്കർ ദൂസരെ പേടി തക്ക് പൗഞ്ച് പാത്ത. അതിന് ഇപ്പോൾ ഒരു വൃക്ഷത്തിൽ നിന്ന് അടുത്ത വൃക്ഷത്തിൽ വരെ കഷ്ടിച്ചു പോകാനുള്ള
ഒരു ശേഷി മാത്രമേ ഉള്ളൂ. ധീരെ ധീരെ ഉസ്കി യഗ് ശക്തി ഭി കം ഹോത്തി ഹുയി. അതിനിപ്പോൾ അങ്ങനെ പോകാനുള്ള, ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റു വൃക്ഷത്തിലേക്ക് പോകാനുള്ള ശക്തിയും ഇപ്പോൾ ദാ കം ഹോത്തി ഗയി, അത് കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഔർ ഏക് സമയ വഹ് ആയ, അവർ ഏക് സമയ വഹ് ആയ, ഒരു സമയത്ത് വന്നത് എങ്ങനെയാണ്? ജബ് വഹ് ബഡി മുഷ്കിൽ സെ, വളരെ പ്രയാസപ്പെട്ടാണ് വരുന്നത്. പേടിക്ക് ഏക്ക് ഡാൽസേ, വൃക്ഷത്തിൻ്റെ ഒരു ഡാലിൽ നിന്ന്, ഒരു ചില്ലയിൽ നിന്ന്, ലഗി ഹുയി ദൂസരി ഡാൽ പർ, അടുത്ത ചില്ലയിലേക്ക്. എങ്ങനെയാണ്? ചൽക്കർ ഫുദക് കർ പൗഞ്ചത്ത, വളരെ കഷ്ടപ്പെട്ട് അങ്ങോട്ട് പോയി ഒന്ന് ചാടി, അങ്ങനെ വളരെ പ്രയാസപ്പെട്ടാണ് ഒരു ചില്ലയിൽ നിന്ന് മറ്റു ചില്ലയിലേക്ക് പോകുന്നത്. ലേക്കിൻ എന്നാൽ ദീമക് ഖാനേക്ക ഷൗക്ക് നഹി ചൂട്ട, ഇത്രയൊക്കെ കഷ്ടപ്പാടാണെങ്കിലും അതിന് ഈ ദീമകിനെ ഒഴിവാക്കാൻ കഴിയുന്നതുമില്ല. അത് ദീമകിനെ തിന്നാനുള്ള അതിൻ്റെ താല്പര്യം ഉപേക്ഷിക്കുന്നതുമില്ല. ചൂട്ട് ഉപേക്ഷിക്കുക. ബീച്ച് ബീച്ചുമേയും അതിനിടയിൽ ഗാഡിവാല ബുദ്ധ ദേ ജാത്ത, അതിനിടയിൽ വണ്ടിക്കാരൻ എന്ത് ചെയ്തു? ബുദ്ധ ദേ ജാത്ത, ഇവനെ കബളിപ്പിച്ച് കളഞ്ഞു. ബഹ് കഹി നസർമേം നെ ആത്ത, അതിനെ നസർമയാന, ദൃഷ്ടിയിൽപ്പെടുക, കാണുക, അവനെ കാണാൻ പോലുമില്ല, വണ്ടിക്കാരനെ കാണാൻ പോലുമില്ല. പക്ഷി കുസ്കെ ഇന്ദസാർമേം ഖുൽത്ത രഹിത്ത, അതെന്ത് ചെയ്തു? അവനെ പ്രതീക്ഷയിൽ ഖുൽത്ത രഹിത്ത, ഖുൽന അലിയുക, ഉരുകുക, ഇവിടെ മുഴുകുക, അവനെ പ്രതീക്ഷിച്ച് ഇരുന്നു. ലേക്കിൻ ദീമകോങ്ക ഷൗക്ക് ജോ ഉസേധ, എന്നാലും അവനിൽ എന്തായിരുന്നു? ഈ ചിതലുകളോടുള്ള താല്പര്യമായിരുന്നു. ഉസനെ സോച്ച, അവൻ ചിന്തിച്ചു, മയും കുത് ദീമക്കേ ടൂണ്ടൂങ്ക, ടൂണ്ടിനെ അന്വേഷിക്കുക, ഖോജിന, ഞാൻ സ്വയം ദീമകിനെ ഇനി പറക്കിയെടുക്കും. ഇസ്ലിയെ വഹ് പേട് पर से उतरकर जमीन पर आ गया, അതെന്ത് ചെയ്തു? വൃക്ഷത്തിൽ നിന്ന് ഉതർക്കർ ഇറങ്ങി, ജമീൻ പർ ആ ഗയ, അത് ഭൂമിയിലേക്ക്, തറയിലേക്ക് വന്നു. അവർ ഘാസ് കെ ഏക്ക് ലഹ്രാത്തെ ഗുച്ഛേമേയും സിമറ്റ് ബൈറ്റ് ഗയ, ഘാസ് കെ ഏക്ക് ലഹ്രാത്തെ ഗുച്ഛേമേയും, ആ പുല്ലിൻ്റെ ഇളകിയാടുന്ന ഒരു കൂട്ടത്തിൽ സിമറ്റ് ചുരുണ്ടുകൂടി ബൈറ്റ് ഗയ ഇരുന്നു. ഫിർ एक दिन उस പക്ഷി के जी में न मालूम क्या आया, ഒരു ദിവസം പക്ഷിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാമോ അവന് തോന്നിയത്? വഹ് ഖൂബ് മേഹനത്ത് സേ, നല്ല പരിശ്രമം ചെയ്ത്, ജമീൻ മേം സേ ദീമക്കെയും ചുൻ ചുൻകർ, തറയിൽ നിന്ന് ഈ ദീമക്കുകളെ തെരഞ്ഞു പറക്കി എടുത്ത്, ഖാനേക്കെ ബജായി, തിന്നുന്നതിന് പകരം, ഉനേം ഉൻകോ, അവയെ ഇകട്ടാക്കറിനെ ലഗ, കളക്ട് ചെയ്യാൻ, ഇകട്ടാക്കറിന കളക്ട് ചെയ്യുക, ശേഖരിക്കുക. അവൻ പെറുക്കിയെടുത്ത് ശേഖരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ അത് എന്താണ് ചെയ്യുന്നത്? അവൻ ചിതലുകളെ തിന്നുകയല്ല, പകരം പെറുക്കി കൂട്ടുകയാണ്. അപ്പോൾ ഉസ്കെ പാസ് ദീമകോം കെ ഢേർ ഹോ ഗയേ, ഇപ്പോൾ അവൻ്റെ പക്കൽ ചിതലുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട്. ഫിർ ഏക് ദിൻ, ഒരു ദിവസം, യക്കായക്ക്, പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, ഏക് ഗാഡിവാല ദിഖായി ദിയ, അവൻ ആ വണ്ടിക്കാരനെ കണ്ടു. പക്ഷിക്കോ ബഡി ഖുഷി ഹുയി, പക്ഷിക്ക് വളരെ സന്തോഷമുണ്ടായി. ഉസിനെ പുകാർക്കർ, അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഗാഡിവാലേ, ഓ ഗാഡിവാലേ, വണ്ടിക്കാരാ, മൈ കബ്സെ തുമാര ഇന്തസാർ കർ രഹാ ധാ, ഞാൻ എപ്പോൾ മുതലേ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, എത്ര കാലമായി ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. പഹചാനി ആവാസ് സുൻകർ, പരിചയമുള്ള ആവാസ് ശബ്ദം, പഹചാനി ആവാസ് സുൻകർ, പരിചയമുള്ള ആ ശബ്ദം കേട്ടപ്പോൾ ഗാഡിവാല രുക്കുകയാ, അയാൾ സ്റ്റോപ്പ് ആയി. രുക്ക്, നിൽക്കുക, തങ്ങുക. ഗാഡിവാല എന്ത് ചെയ്തു? അവിടെ നിന്നു. തബ് പക്ഷിനെ കഹ, അപ്പോൾ പക്ഷി പറഞ്ഞു, എന്താണ് പറഞ്ഞതെന്നറിയാമോ? ദേഖോ മൈനെ കിത്തിനി സാരി ദീമക്കെ ജമാ കർ ലീ ഹേ, നോക്കൂ, ഞാൻ എത്രമാത്രം ദീമക്കനെയാണ് ഇവിടെ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇകട്ടാ കർ ലീ ഹേ, കളക്ട് ചെയ്തിരിക്കുന്നത്.
ഗാഡി വാലേക്കോ പക്ഷി കി ബാത്ത് സമച്ച്മേ നഹിയായി. ആ വണ്ടിക്കാരന് പക്ഷി എന്താണ് പറയുന്നതെന്ന് അറിയില്ലായിരുന്നു. ഉസ്നെ സിർഫ് ഇത്തന കഹ തോ മൈ ക്യാ കരൂം. അയാൾ ഇത്രമാത്രം പറഞ്ഞു, അതിന് ഞാനെന്ത് വേണം? നീ എത്ര നാളുകൊണ്ട് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നീ എത്രമാത്രം ചിതലുകളെ കളക്ട് ചെയ്തത് കൊണ്ടോ എനിക്കെന്ത് പ്രയോജനം, എനിക്കെന്ത് വേണം? ഏ മേരി ദീമക്കേം ലേലോ, ഈ ദീമക്കുകളെ നീ എടുത്തോളൂ. അവർ മേരെ പങ്ക്, എൻ്റെ തൂവലുകൾ മുച്ചേ വാപ്പസ് കർദോ, എനിക്ക് മടക്കി തരൂ. പക്ഷീനെ ജവാബ് ദിയ, പക്ഷി മറുപടി പറഞ്ഞു. ഗാഡിവാല ടഠാക്കർ ഹസ്പട, അത് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഉസ്നെ കഹ, അവൻ എന്താണ് പറഞ്ഞത്? ബേബ്കൂഫ്, വിഡ്ഢി. മൈം ദീമക്ക് കെ ബദലേ പങ്ക് ലേത്താഹും, ഞാൻ ചിതലുകൾക്ക് പകരം തൂവലുകൾ വാങ്ങും. പങ്ക് കെ ബദലേ ദീമക്ക് നഹീം, തൂവലിന് പകരം ദീമകനെ വാങ്ങാറില്ല. ഇവിടെ ഒരു സൈഡ് ക്വസ്റ്റ്യൻ നോക്കൂ. പക്ഷിക്കോ ബേവ്കൂഫ് കഹിനേക്കെ സംബന്ധമേ, പക്ഷിയെ വിഡ്ഢി എന്ന് വിളിച്ചതിൽ ആപ്കി റായ് ക്യാ ഹേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് നമ്മളുടെ സ്വന്തം അഭിപ്രായമാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് എഴുതാം, തെറ്റാണെന്നെങ്കിൽ തെറ്റാണെന്ന് എഴുതാം. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് എഴുതാം വഹ് ബിൽക്കുൽ സഹി ഹേ, അത് ശരിയല്ലേ, അവൻ വിഡ്ഢി തന്നെയല്ലേ, അതുകൊണ്ടല്ലേ അങ്ങനെ വിളിച്ചത്. നമുക്ക് നോക്കാം. അത് ശരിയാണെന്ന അർത്ഥത്തിൽ നമുക്കിവിടെ ആൻസർ എഴുതാം. വഹ് ബിൽക്കുൽ സഹി ഹേ, അത് തികച്ചും ശരി തന്നെയാണ്. വഹ് പക്ഷി പ്രലോഭന്മേം ഫസ്കർ, പക്ഷി പ്രലോഭനത്തിൽ കുടുങ്ങി അപ്ന അസ്തിത്വ കോത്താ ഹേ, തൻ്റെ നിലനിൽപ്പിനെ നഷ്ടപ്പെടുത്തി. അന്തുമേം അവസാനം എന്താണ് സംഭവിച്ചത്? വഹ് അപ്ന അസ്തിത്വ വാപ്പസ് ലേനേക്കാ പ്രയാസ്തോ കർത്താ ഹേ, തൻ്റെ നിലനിൽപ്പ് തിരിച്ചു കിട്ടാൻ വേണ്ടി, തൻ്റെ നിലനിൽപ്പ് തൂവലായിരുന്നു, തൂവൽ തിരിച്ചു കിട്ടാൻ വേണ്ടി അത് വളരെ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അത് പ്രയത്നിക്കുന്നു. തബ് തക്ക് ഉസ്കാ സബ് കുച്ച് നഷ്ട ഹോ ജാത്ത ഹെ, അപ്പോഴേക്കും അതിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ തൻ്റെ പിതാവ് സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഉപദേശിച്ചു, അത് നമ്മുടെ നിലനിൽപ്പാണ്, നമുക്ക് പറ്റിയതല്ല. പക്ഷേ അന്ന് അതിന് എതിരെ മുഖം തിരിച്ചു, അതിനെ എതിർത്തു. ഇന്ന് അവന് മനസ്സിലായി അവർ പറഞ്ഞതാണ് ശരിയെന്ന്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലും നമ്മളുടെ ഇടയിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക്, ചില ആളുകളെയെങ്കിലും നമുക്ക് കാണാൻ കഴിയും. അത് മാറ്റുന്നതിനും കൂടിയാണ് ഇങ്ങനെയൊരു കഥ. പക്ഷി ക വ്യവഹാർ ബേബ് കൂഫി ഹി ഹെ, പക്ഷിയുടെ ഈ പെരുമാറ്റം തികച്ചും വിഡ്ഢിത്തം തന്നെ ആണ്. ഗാഡി വാലേനെ പങ്ക് ശബ്ദ പർ ബഹുത്ത് ജോർ ദിയ, ഒന്ന് ഊന്നി പറയുകയായിരുന്നു ചിറക് എന്നുള്ളത്. അത് ഒന്ന് ചിറക് എന്നുള്ളത് ഒന്ന് ഊന്നി പറയുകയായിരുന്നു. കാരണം അവനൊരു പമ്പര വിഡ്ഢിയാണ്, അതുകൊണ്ടാണ് അവരത് തൻ്റെ നിലനിൽപ്പിനെ തന്നെ വിറ്റ് ഇവൻ തിന്നുന്നത്. ഗാഡിവാല ചലാകയ, വണ്ടിക്കാരൻ പോയി. പക്ഷി ചട്പടാക്കർ സ്തംഭിച്ച് രൂകയ, നിന്നുപോയി. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഏക്ക് കാലി ബില്ലിയായി. ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്നു. ഔർ അപ്നെ മുഹുമേയും ഉസേ ദബാക്കർ ചലികയി, അവനെ തൻ്റെ വായിലേക്ക്, കരിമ്പൂച്ച തൻ്റെ വായിൽ ഈ അവശയായി എല്ലാം നഷ്ടപ്പെട്ടു പോയ, അസ്തിത്വം നിലനിൽപ്പ് തന്നെ നഷ്ടപ്പെട്ടു പോയ വിഡ്ഢിയായ ആ പക്ഷിയെ ദബാക്കർ കടിച്ചുകൊണ്ട് അമർത്തിക്കൊണ്ട് ചലികയി പോയി, തൻ്റെ വായിൽ വെച്ചുകൊണ്ട് ആ കരിമ്പൂച്ച പോയി. തബ് ഉസ് പക്ഷി കാ ഖൂൻ, ആ പക്ഷിയുടെ ഖൂൻ രക്തം ടപക് ടപക്കർ ഇറ്റിറ്റ് ജമീൻ പർ, തറയിൽ ബൂന്തോങ്കി ലക്കീർ ബനാ രഹാത്ത, ആ രക്തം ഇറ്റിറ്റ് വീണ് തറയിൽ തുള്ളികൾ കൊണ്ടുള്ള ഒരു ലക്കീർ വര ബനാ രഹാത്ത ഉണ്ടാക്കി. ആ കരിമ്പൂച്ച ഇതിൻ്റെ ചോര കൊണ്ട് തറയിലൂടെ ഒരു വരയുണ്ടാക്കിപ്പോയി. പരീക്ഷയ്ക്ക് പ്രധാനമായും ഇതിൽ നിന്നൊരു ടിപ്പണി എഴുതാൻ ചോദിക്കാറുണ്ട്, ഒരു കുറിപ്പെഴുത്ത് ചോദിക്കാറുണ്ട്. ആസ്വാദന ടിപ്പണിയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാനുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മുതിർന്നവർ പറയുന്ന ഒരു കാര്യവും പല കാര്യങ്ങളും യുവ തലമുറ ഉൾക്കൊള്ളാറില്ല. അതിൻ്റെ പരിണിത ഫലം വളരെ ദയനീയമായിരിക്കും എന്ന ഒരു സൂചനയാണ് നമുക്കിവിടെ കഥാകൃത്ത് ഈ കഥയിലൂടെ തരുന്നത്.
ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഈ പാഠഭാഗം പലതവണ വായിക്കണം. ഇതിൻ്റെ പാഠ്യ പ്രവർത്തനങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള സുഹൃത്തുക്കൾക്ക് കൂടി കൊടുക്കണം. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.